പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? അങ്ങനെ ചോദിക്കാൻ വരട്ടെ, കാര്യമുണ്ട്. ഹായ്, ഐ ആം അർത്തന. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡ്രോയിങ് പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് മ്യൂസിയത്തിൽ പോകാമെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ എക്സൈറ്റ്മെന്റിൽ ഞാൻ ചാടിത്തുള്ളിപ്പോയപ്പോൾ വീടിന്റെ വാതിലടക്കാൻ മറന്നുപോയി. അങ്ങനെ പോലീസായി, നാട്ടുകാരായി. പിന്നെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് പോലീസ് മാമൻ വീടിന്റെ വാതിലടച്ചു. ദൈവം സഹായിച്ചിട്ട് മറവിക്കും മടിക്കും ഒരു കുറവും ഇല്ലാത്തതുകൊണ്ട് ലൈഫ് വളരെ എക്സൈറ്റിംഗ് ആയിട്ടാണ് പോകുന്നത്. ഇനി മ്യൂസിയത്തിൽ എന്തിനാ വന്നതെന്ന് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ബ്ലൈൻഡ് കണ്ടിന്യൂസ് കോണ്ടൂർ ലൈൻ ഡ്രോയിങ്ങിനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ്. ക്യാംലൂപ്സ് ആർട്ട് ഗ്യാലറിയാണിത്. ഇവിടുത്തെ 2ാമത്തെ നിലയിൽ ടാക്സിഡേമി ചെയ്തിട്ടുള്ള ആനിമൽസ് ആൻഡ് ബേർഡ്സിന്റെ ഒരു നല്ല കളക്ഷൻ തന്നെയുണ്ട്. സോ ഇന്നത്തെ മിഷൻ 10 to 15 ലൈൻ കോണ്ടൂർ ഡ്രോയിങ് ചെയ്യണം. ദാറ്റ് മീൻസ് നമ്മൾ പേപ്പറിൽ നോക്കാൻ പാടില്ല, നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റിനെ മാത്രം നോക്കിക്കൊണ്ട് വരയ്ക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യമൊക്കെ ഇങ്ങനെ അസൈൻമെന്റ് എന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ നല്ല രസമല്ലേ. ഞാൻ അതുകൊണ്ട് തന്നെ നല്ലവണ്ണം എൻജോയ് ചെയ്തിട്ടായിരുന്നു വീട്ടിലിരുന്ന് ചിത്രം വരച്ചുകൊണ്ടിരുന്നത്. കൂടെ വന്നവരൊക്കെ ചിത്രം വരച്ച് വീട്ടിൽ പോയി, പക്ഷേ സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഗാലറി അടയ്ക്കുന്ന വരെ ഞാൻ അവിടെ ഇരുന്ന് വരച്ചു. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടുത്തെ ഏറ്റവും സൂപ്പർ ടാക്സിഡേമി ഇവനാണ്. പക്ഷെ എന്താ അറിയില്ല, മൂപ്പര് മാത്രം എനിക്ക് വരയ്ക്കാൻ പറ്റിയില്ല. വരച്ചിട്ടും അങ്ങോട്ട് ശരിയായില്ല. ആക്ച്വലി ഞാൻ 10-15 സ്കെച്ചൊന്നും അല്ല ചെയ്തത്. എനിഹൗ, ഇന്നത്തെ ദിവസം വളരെ ഇവൻറ്റ്ഫുൾ ആയിരുന്നു. താങ്ക്സ് ടു കനേഡിയൻ പോലീസ് ആൻഡ് മൈ സ്വീറ്റ് നെയ്ബർ. കഴിഞ്ഞില്ല. ദ മോസ്റ്റ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻ റീസെൻ്റ്ലി എന്താ വെച്ചാൽ, ഞാൻ കാനഡയിൽ ഏത് കോഴ്സാണ് ചെയ്യുന്നത്, എന്താ പഠിക്കുന്നത്, എന്തിനാ പഠിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. സോ ബൈ ഫോർ നൗ, ടാറ്റാ.